ഹായ് മക്കളെ, എങ്ങനെയുണ്ടോ നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷനൊക്കെ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളോട് എത്തിക്കാനാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഫിസിക്സിൻ്റെ എക്സാമിനേഷനാണ്. ബയോളജിയും കമ്പ്യൂട്ടർ സയൻസൊക്കെ ഉണ്ട്. എന്നാൽ കൂടിയും നമ്മളെ വലക്കാൻ പോകുന്നത് ഫിസിക്സിൻ്റെ എക്സാമിനേഷൻ തന്നെ ആയിരിക്കും. അത് പറയാൻ കാരണമുണ്ട്. നിങ്ങളുടെ സീനിയേഴ്സിൽ ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികൾക്ക് ഫിസിക്സിൻ്റെയും അതേപോലെ മാത്തമാറ്റിക്സിൻ്റെയും ക്വസ്റ്റ്യനൊക്കെ വളരെ ഡിഫിക്കൽട്ടായിരുന്നു. ഡിഫിക്കൽട്ട് എന്ന് വെച്ചാൽ അത് കുട്ടികളുടെ ഒരു സൈഡിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അവർക്ക് അത് ഡിഫിക്കൽട്ടായിട്ട് തോന്നി. അതിന് കാരണം മറ്റൊന്നുമല്ല, NCERT ടെക്സ്റ്റ് ബുക്കിന് അപ്പുറം എക്സാമിനേഷന് ക്വസ്റ്റ്യനും ചോദിക്കില്ല. അത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ എന്താണ് ഈ ഡിഫിക്കൽട്ട് ആകാനായിട്ട് കാരണമെന്ന് പറയുന്നത്? അതായത് ഇതേവരെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു പാറ്റേണിൽ നിന്നും ചെറിയൊരു മാറ്റമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജെയിലുള്ള ക്വസ്റ്റ്യനൊന്നും അല്ല അവിടെ ചോദിച്ചത്. നന്നായിട്ട് NCERT ടെക്സ്റ്റ് ബുക്ക് അതേപോലെ തന്നെ കൺസെപ്റ്റൊക്കെ നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോകുന്നൊരു കുട്ടിക്ക് വളരെ എളുപ്പത്തിൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനൊക്കെ തന്നെയായിരുന്നു. പക്ഷേ എന്താണ് അവിടെ അവർക്ക് പറ്റിയെന്നറിയാവോ? അവസാനത്തെ ഒരു സൂപ്പർ 60ൽ നല്ലൊരു വ്യൂ കൗണ്ട് ഉണ്ടാവും. ഇതിന് മുന്നോടിയായിട്ട് നടക്കുന്ന മിനി മാരത്തോണിലോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ലൈവുകളിലോ ഒന്നും കുട്ടികൾ വരില്ല. അവസാനത്തെ നിമിഷത്തിലേക്ക് വേണ്ടി മാത്രമാണ് അവർ മാറ്റി വെച്ചിരിക്കുന്നത്. ആ ഒരു മെൻറ്റാലിറ്റി മക്കളെ ഇനി മുതൽ നിങ്ങൾ ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം. ഞങ്ങളിവിടെ ഒരു സൂപ്പർ 60 മാത്രമല്ല കൊടുക്കുന്നത്. മിനി മാരത്തോൺ ഉണ്ട്, അതേപോലെ തന്നെ സൂപ്പർ 60 ഉണ്ട്, 10 ഡേ ചലഞ്ച് ഉണ്ടായിരുന്നു, പിന്നെ ബൂസ്റ്റർ ഡോസ്, ഇതൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി അതാണ്. പിന്നീട് വരുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ +2 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 15 മാർക്കിനാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചത്. പിന്നീട് നോക്കുവാണെങ്കിൽ 20 മാർക്കിന് ഡെറിവേഷനും ചോദിച്ചായിരുന്നു. ബാക്കിയെല്ലാം കൺസെപ്റ്റും അതേപോലെ തന്നെ തിയറി ഓറിയൻറ്റഡ് ക്വസ്റ്റ്യനുമാണ് നമ്മളോട് ചോദിച്ചത്. ഈ കൺസെപ്റ്റും തിയറിയൊക്കെ അത്യാവശ്യം നമുക്ക് ലൈവ് ക്ലാസ്സിൽ കണ്ടാൽ വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഡെറിവേഷൻസും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നീട് ഈ 15 മാർക്കിനുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യനാണ് പല കുട്ടികളെയും വലയ്ക്കുന്നത്. ഈ ഒരു 15 മാർക്കിന് 100 ക്വസ്റ്റ്യനകത്ത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഞാൻ അവിടെ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തതാണ്. സിമ്പിൾ ഡയറക്റ്റ് നമ്മൾ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. വലിയ ലെവലിലുള്ള ക്വസ്റ്റ്യനോ എന്നാൽ ഒത്തിരി എളുപ്പമുള്ള ക്വസ്റ്റ്യനൊന്നും ഞാൻ പറയുന്നില്ല. സിമ്പിളി എന്താണ് നമ്മുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിൽ എടുത്താൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. പിന്നീട് എന്താണ് അവർക്ക് സംഭവിച്ചത്? ഈ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ അവർക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല? നമ്മൾ സൂപ്പർ 60ൽ ചെയ്ത അതേ മോഡലിലെ ക്വസ്റ്റ്യനും അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. അതായത് അവർ പഠിച്ചിട്ട് പോകുന്ന കുറേ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേ ക്വസ്റ്റ്യൻ അല്ല അവർ വരുന്നതെങ്കിൽ ഉറപ്പായും അവർ എന്ത് ചെയ്യത്തില്ല, അത് അറ്റൻഡ് ചെയ്യത്തില്ല. അവർക്ക് പുതുതായിട്ട് കാണുന്ന ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യനായിട്ട് തോന്നുകയും ന്യൂമറിക്കൽ ക്വസ്റ്റ്യനെ അവർ അപ്രോച്ച് ചെയ്യുന്ന ആ രീതിയിലാണ്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യനാണോ വലിയ എന്തോ ഒരു സംഭവമാണ്, ആനയാണ്, മാങ്ങയാണ്, തേങ്ങയാണ്, ആ രീതിയിലാണ് അവരെന്ത് ചെയ്യുന്നത്, അപ്രോച്ച് ചെയ്യുന്നത്. അവരെന്നല്ല, കുട്ടികൾ അപ്രോച്ച് ചെയ്യുന്നത്. ആ ഒരു അപ്രോച്ച് നിങ്ങൾ എടുത്ത് കളയണം. എത്ര വലിയ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഞാൻ എളുപ്പത്തിൽ എഴുതുമെന്ന ആ ഒരു മെൻറ്റാലിറ്റിയിൽ മാത്രമേ നിങ്ങൾ എക്സാം ഹാളിൽ കയറാൻ പാടുള്ളൂ. കാരണം ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ ആ ഒരു എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നിങ്ങൾ പാനിക് ആവുകയും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യും മക്കളെ, മറന്നുപോകും. അത് തന്നെയാണ് +2കാർക്കും സംഭവിച്ചത്. അവർ എന്നോട് പറഞ്ഞു പേഴ്സണൽ മെസ്സേജ്, സാറേ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൂടി മറന്നുപോയി, ചില ഡെറിവേഷൻസിൻ്റെ അവസാന സ്റ്റെപ്പുകളൊന്നും ഞങ്ങൾക്ക് എഴുതാനായിട്ട് സാധിച്ചില്ല. കാരണം എന്താണ്? പാനിക്കായി. ആദ്യം എടുത്ത് പേടിനൊക്കെ എടുത്ത് മാറ്റിക്കളയുക. നമ്മൾ പഠിച്ചുകൊണ്ട് പോവുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഈ ഒരു എക്സാം കൊണ്ടെല്ലാം കഴിയുന്നില്ലല്ലോ, ഇനിയും എക്സാമുകളൊക്കെ വരാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി മുന്നോടിയായിട്ടുള്ള ഒരു പ്രിപ്പറേഷനായിട്ട് മാത്രം നിങ്ങളിതിനെ കരുതിയാൽ മതി. ആദ്യം പേടിയെടുത്ത് മാറ്റുക. ദെൻ എങ്ങനെ ഈ ന്യൂമറിക്കൽ ക്വസ്റ്റ്യനെ എളുപ്പത്തിൽ അപ്രോച്ച് ചെയ്യാം? മക്കളെ, നമ്മൾ പഠിപ്പിച്ച അതേ മോഡൽ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കത്തുള്ളൂ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനൊക്കെ ചോദിക്കത്തുള്ളൂ. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെന്ന ഒരു മെൻറ്റാലിറ്റി മനസ്സിനെ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന ഓരോ ഡേറ്റായും നിങ്ങളൊന്ന് എടുത്തെഴുതുക. ആ ഡേറ്റ നിങ്ങൾ എടുത്തെഴുതി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഏതാണെന്ന് മനസ്സിലാവും. ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻസ് നിങ്ങളുടെ മനസ്സിലോട്ട് ഓടി വരും. ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക, ദാറ്റ്സ് ബെറ്റർ. ആ ഇക്വേഷൻസ് വരുമ്പോൾ ഇന്ന ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ആൻസർ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുമല്ലോ. ഇനി ഒന്നും കൂടെ അവർ ഡിഫിക്കൽട്ടായിട്ട് ചോദിക്കുകയാണെങ്കിൽ 2 ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതായിരിക്കും. അതായത് മെയിൻ ഇക്വേഷനകത്ത് വേണ്ടിയുള്ള സാധനം ഒരു സബ് ഇക്വേഷനിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. അങ്ങനെ അതിനപ്പുറം ഒന്നും നിങ്ങളോട് ചോദിക്കില്ല. കാരണം IIT ലെവലുള്ള എക്സാമിനേഷൻ അല്ല നിങ്ങൾ എഴുതാൻ പോകുന്നത്, ബോർഡ് ലെവലുള്ള എക്സാമിനേഷനാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യനെ നിങ്ങൾ ഈ രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, അപ്രോച്ച് ചെയ്യാൻ. അതിനുവേണ്ടി ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് എടുക്കുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? ഞങ്ങളുടെ കൂടെ നിൽക്കുക. ഇന്നിപ്പോൾ 7 മണിക്ക് നടക്കാൻ പോകുന്ന 100 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിൽ മക്കളെ നിങ്ങളെല്ലാവരും പങ്കെടുക്കേണ്ടതാണ്. അവിടെ നമുക്ക് ഈ രീതിയിൽ വരുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യനെയും അതേപോലെ തന്നെ കൺസെപ്റ്റൽ ക്വസ്റ്റ്യനെയും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡെറിവേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഡീൽ ചെയ്യാം.
ഇനിയും നമുക്കറിയാം എക്സാമിനേഷൻ വരുന്നത് കുറേ ദിവസത്തിന് ശേഷമാണ് ഫിസിക്സിൻ്റെ എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ദിവസം നമുക്ക് പഠിക്കാൻ ഗ്യാപ്പ് കിട്ടുന്നതായിരിക്കും. ഈ ഗ്യാപ്പ് കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ തരാനായിട്ട് ടീം സൈലം വെച്ചാൽ ഞാൻ നിതിൻ സാറും ഇന്ന് നമ്മുടെ ലൈവിൽ ഒരു സ്റ്റഡി പ്ലാനുമായിട്ട് വരുന്നുണ്ട്. ആ സ്റ്റഡി പ്ലാൻ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, കാണുക. എല്ലാ മക്കളിലും നിങ്ങൾക്ക് അറിയാവുന്ന +1 പഠിക്കുന്ന എല്ലാ മക്കൾക്കും എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ആ ലൈവിൽ എല്ലാവരും എന്ത് ചെയ്യുക, വന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഈ ഫിസിക്സിനെ എളുപ്പമാക്കി മാറ്റാം, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാമെന്ന രീതിയിൽ എങ്ങനെ ക്രാക്ക് ചെയ്യാമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അതുകൊണ്ട് മക്കളെ ടെൻഷൻ ഒന്നും വേണ്ട, സൈലം നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഉറപ്പായും സൈലത്തിന് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഞങ്ങളുണ്ടാ മക്കളെ നിങ്ങളുടെ കൂടെ. നമുക്ക് ഇനിയുള്ള എക്സാമിനേഷനൊക്കെ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാം. അതിനുള്ള പരിശ്രമങ്ങൾ ഞങ്ങളിവിടെ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ ഞങ്ങളുടെ കൂടെ കട്ടക്ക് നിന്നാൽ മാത്രം മതിയാകും. അപ്പോൾ നമുക്ക് ലൈവിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.